ഒന്നുമല്ലേ ഒന്നുമില്ല ചുമ്മാ ലങ്കി മറിയുന്നോളേന്ന്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ മുമ്പൊക്കെയുള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഇവിടെ ഒരു വെക്കേഷൻ്റെ സമയത്ത് അവിടെ നമ്മളുടെ തൊട്ടടുത്ത് ഒരു എന്തോ സംഭവം വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിരുന്നില്ലേ? അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് വലിയകുന്ന് തന്നെയാണ്, നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇതിപ്പം കഴിഞ്ഞ വെക്കേഷൻ ടൈമിലുണ്ടായിരുന്നു ഇത്, അതേപോലെ ഈ വെക്കേഷൻ ടൈമിലും ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു ഇത് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഈ ഇതേ സ്ഥലത്ത് തന്നെ കേട്ടോ. അപ്പോൾ അത് വെക്കേഷൻ സമയത്ത് അപ്പോൾ പുറത്തൊക്കെ പോകാൻ സാധിക്കാത്ത ആൾക്കാർക്കൊക്കെ പോകാനൊക്കെ പോയി കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം. അപ്പോൾ ഈ വർഷം അവിടെ വന്നിട്ടുണ്ടായിരുന്നത് മലേഷ്യയിലത്തെ ട്വിൻ ടവർ ഉണ്ട്, പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. എൻട്രൻസ് നല്ല ഭംഗിയായിട്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എടോ ഒരു കോമഡി അറിയോ? കഴിഞ്ഞ വർഷം ഇതേ ദിവസം നമ്മൾ ഒറിജിനൽ ടിൻ ടവറിന്റെ ഫ്രണ്ടിലായിരുന്നു. യെസ്, കോയിൻസിഡൻസ്. ശരിക്കും അതൊരു കോയിൻസിഡൻസ് ആയി കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇയർ പോയിട്ടുള്ള മലേഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് ട്വിൻ ടവറിൽ കണ്ടിട്ടുള്ള നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോസ് എടുത്ത് കറക്റ്റ് ആ ഒരു ദിവസം അതന്നെ നെക്സ്റ്റ് ഇയറിൽ, അതായത് ഇപ്പോൾ ഈ വർഷം നമ്മൾ വീണ്ടും ഇവിടെ ചെന്ന സമയത്ത് അത് അത്ര ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴാണ് അത് ശരിക്കും നമ്മൾ ഓർത്തത് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് ഒറിജിനലാണ് കേട്ടോ. നമ്മൾ അന്ന് പോയ സമയത്ത് അവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസാണ്. നമ്മളുടെ അന്നത്തെ മലേഷ്യൻ ട്രിപ്പൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി വെറുതെ ഒന്ന് ഇട്ടെന്ന് മാത്രം. ഇപ്പം നമ്മളുടെ വീടിൻ്റെ അടുത്തുണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു മിനി വേർഷൻ, ഒരു മോഡൽ അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ എന്നാലും അവിടെ പോയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമായിരുന്നു. ആ ഒരു എന്താ പറയുക, അതിൻ്റെ മുൻപിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഫീലൊക്കെ തന്നെ. അപ്പോൾ കാണാത്തവർക്കൊക്കെ പോയി കാണാനൊക്കെ പറ്റുന്ന ഒരു അവസരമല്ലേ. അപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ട്രിപ്പിൻ്റെ അതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രം. കാരണം അതേ ദിവസമായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഇവിടെ അടുത്തുള്ള പോയിട്ടുള്ള സ്ഥലത്തുണ്ടായിരുന്നതും. ഇനി അപ്പുറത്തെ ലണ്ടൻ ബ്രിഡ്ജാണ് അത്. അങ്ങനെ കയറി അങ്ങനെ പോകണം. ഇത് മലേഷ്യയിലത്തെ ടിൻ ടവറാണ്. ഇനി അപ്പുറത്ത് ലണ്ടൻ ബ്രിഡ്ജ് പോകണം. അപ്പോൾ ഇത് ഓപ്പൺ ആവുക ഈവനിങ്ങിലാണ് കേട്ടോ. ഈവനിങ് തൊട്ട് രാത്രി വരെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന സമയത്ത് പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കണ്ട അമ്മ. യെസ്, കാണണം. ലണ്ടൻ ബ്രിഡ്ജ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോ എല്ലാ തലങ്ങും വിലങ്ങും വീഡിയോസാണ്. നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് കയറാം. ലണ്ടൻ ബ്രിഡ്ജ്. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് കയറി. അപ്പുറത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അതിന്റെ ഇവിടെ നിക്കോ, ഇവിടെ കൂടെ അതാ തുടങ്ങി.
മരണക്കിണറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയൊക്കെ അത് മുമ്പ് കണ്ടിട്ടില്ലെന്നാണ്. പക്ഷെ പാറും ബ്രദും അത് കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറണ്ടെന്ന് പറഞ്ഞ കാരണം അതുകൊണ്ട് കയറി. എനിക്കിതുപോലുള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര പേടിയാണെന്നുള്ളത് ഞാൻ ഈ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ വീഡിയോസിൽ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ടെമ്പററി ആയിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന കൂടെയല്ലേ. അപ്പോൾ ഇങ്ങനെ ഹൈറ്റിൽ പോകുന്ന കാര്യങ്ങളോടൊക്കെ സേഫ്റ്റി എത്ര ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കൊരു ടെൻഷനുമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ വലുതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ മക്കളും. ഏത് ഇതാ അമ്മന്റെ കൂടെ കയറില്ലേ? ആള് നിൽക്കണ സൈഡ് അതിന്റെ അറ്റത്തൊരാള് നിൽക്കുന്നു. അയാളെവിടെ? അങ്ങനെ നോക്കണ്ട. ആൾക്കാര് വരില്ലേ? പാറുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. എന്തിലും പോയി കയറിക്കോളും, അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ അങ്ങനെ മുമ്പുള്ള പല വീഡിയോസും നമ്മളിങ്ങനെ പാർക്കിൽ പോയിട്ടുള്ള എന്ന് വെച്ചാൽ വാട്ടർ തീം പാർക്കും അങ്ങനെ പിന്നെ ഇപ്പോൾ മലേഷ്യയിലത്തെ അജന്തി ഹൈലാൻഡ്സിൽ പോയിട്ട് അവിടെയൊക്കെ ഭയങ്കര വലിയ വലിയ സാധനങ്ങളാണ്. അതിൻ്റെ ഉള്ളിലെല്ലാം പോയി. അതുപോലെ തന്നെ എവിടെ ട്രിപ്പ് പോവാണെങ്കിലും ശരി എല്ലാത്തിലും പോയി കയറും. അങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മൾ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കാണാം പാറു അങ്ങനെയുള്ള ഒന്നും ഒഴിവാക്കില്ല, എല്ലാത്തിലും പോയി കയറും. ഇപ്രാവശ്യം പ്രതുവും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ള കുറേ റൈഡുകൾ, ഇങ്ങനെ കാണാനുള്ള കാര്യങ്ങൾ, ഫുഡ് അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ അത് കൂടാണ്ട് തന്നെ വേറെയും പരിപാടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു വലിയ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജിൽ സൺഡേസിലൊക്കെയാണ് മെയിനായിട്ട് ഇങ്ങനെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, സിംഗേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോയ ദിവസമാണെന്ന് വെച്ചെങ്കിൽ അന്നൊരു നാടൻ പാട്ടിൻ്റെ ടീമായിരുന്നു വരുന്നു പറഞ്ഞത്. അപ്പോൾ അവരുടെ ഷോസൊക്കെ നോക്കുന്ന സമയത്ത് അതിലെല്ലാം തെയ്യവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയും വരുമ്പോൾ തെയ്യവും ഒക്കെ ഉണ്ടാവും. എനിക്ക് ഈ നാടൻ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖത്തറിൽ അറിയാമല്ലോ, ഖത്തറിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടൻ പാട്ടിൻ്റെ ടീമാണ് കൈതോല. ഞാനും സജിത്തേട്ടനും പാറും ബ്രദും നമ്മൾ 4 പേരും അതിലത്തെ മെമ്പേഴ്സായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു അടിപൊളി ടീമായിരുന്നു അത്. ഇപ്പോഴും ഉണ്ട് കേട്ടോ അതവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് നാടൻ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഇഷ്ടമാണ്. അപ്പോൾ അത് കാണാം എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ വന്നിട്ടുള്ളത്. കുറെ കാലമായിട്ട് ഒരു അഡ്രിനാലിൻ എനിക്ക് ഇപ്പോഴാണ് കുറെ കാലത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിന് ശേഷം. ഐ വാണ്ടഡ് ദാറ്റ് ഹൈ. അപ്പൊ കിട്ടിയാ
കിട്ടിയോ? കിട്ടി. അങ്ങനെ ഒരു ഡയലോഗ് കേട്ടിട്ടില്ലേ? ട്രൈ അതിനുണ്ട് അല്ല
കേൾക്കണോ കൂട്ടരേ? അവൾ തഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ തെയ്യമൊക്കെ ഉണ്ടാവും എന്നുള്ളത്, പക്ഷേ ഇവിടേക്ക് അവർ അതൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വെറും പാട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം കണ്ടിട്ട് ഒക്കെ എല്ലാം കണ്ടതിന് ശേഷം ഓക്കെ ഇനി തിരിച്ച് വീട്ടിൽ പോവാം എന്ന് വിചാരിച്ച് ഇറങ്ങി. അങ്ങനെ ദേ പോവാണ്. ഈ വർഷം ഇപ്പോൾ ട്വിൻ ടവർ, അതുപോലെ ലണ്ടൻ ബ്രിഡ്ജ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോ, അങ്ങനെ കുറച്ച് ഇതിൻ്റെയൊക്കെ മോഡലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ടായിരുന്നത് ലണ്ടൻ സിറ്റി ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെയും വീഡിയോ ഇതുപോലെ ഇടാൻ ഇങ്ങനെ വിട്ടു പോയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് കൊള്ളായിരുന്നു സംഭവം. മൊത്തത്തിൽ പരിപാടികളൊക്കെ കൊള്ളായിരുന്നു, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതില്ല കേട്ടോ, ഇത് വെക്കേഷൻ്റെ ആ ഒരു ടൈമിൽ മാത്രം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ഇത് എവിടെയാണെന്ന് ആരും ചോദിക്കേണ്ട, കാരണം ഇതിപ്പോൾ ഇല്ല, ആ വെക്കേഷൻ ടൈമിൽ ആ ഒരു 2 മാസം. പിന്നെ അപ്പോഴേക്കും പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ടൈമായി, എല്ലാവർക്കും വിശന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇനി തിരിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ പോവുക. ഞാൻ പറഞ്ഞില്ലേ വെക്കേഷൻ ആയിരുന്ന ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല, കാരണം മക്കൾ വീട്ടിലുണ്ടാവുന്ന സമയത്ത് എനിക്കങ്ങനെ എഡിറ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റുമായിരുന്നില്ല. കാരണം അവരെപ്പോഴും കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു സമയമല്ലേ നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പം കുറേ അങ്ങനെ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ തീരെ സമയം കിട്ടുമായിരുന്നില്ല. നമ്മളിങ്ങനെ റീൽസ് ഇടും, അതും ഓക്കെ, അതിനവരൊക്കെയാണ്, പക്ഷേ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ഇത്രയും ലേറ്റായി പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.